1992 ഡിസംബർ മാസം 31-ാം തീയതി റൂബിയോ എന്ന സ്ഥലത്ത് വെച്ച് വന്ന സന്ദേശം. 485-ാമത്തെ സന്ദേശം. അന്തിമ വിനാഴികകൾ. നിങ്ങളെ ആർദ്രതാപൂർവം പ്രബോധിപ്പിക്കുവാൻ എന്നെ നിങ്ങൾ അനുവദിക്കുക. അന്തിമ വിനാഴികയുടെ പ്രവാചികയായ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ വാക്കുകൾ ശ്രവിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി നിങ്ങൾ ഒത്തുചേരുവിൻ. ശബ്ദായമാനവും ശ്രദ്ധാരഹിതവുമായി ഈ മണിക്കൂറുകൾ ചെലവഴിക്കാതെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും നിശബ്ദതയിലും നിങ്ങൾ മുഴുകിയിരിക്കുക. ഈ കാലഘട്ടത്തിന്റെ അന്ത്യവും യേശുവിന്റെ മഹത്വപൂർണവുമായ ആഗമനത്തിന്റെയും സമയം സമീപിച്ചിരിക്കുന്നു എന്ന കാര്യം നിങ്ങളോട് ഞാൻ ഒത്തിരി തവണ പറഞ്ഞു കഴിഞ്ഞു. അവന്റെ മഹത്വപൂർണമായ ആഗമനം സമീപിച്ചിരിക്കുന്നു എന്ന സത്യം ചൂണ്ടിക്കാട്ടുന്ന വേദഗ്രന്ഥത്തിലെ അടയാളങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും. സുവിശേഷങ്ങളിലും പത്രോസ്, പൗലോസ്, ശ്ലീഹന്മാരുടെ ലേഖനങ്ങളിലും അടയാളങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്രതിപാദനമുണ്ട്. ഈ വർഷങ്ങളിൽ ആ അടയാളങ്ങളെല്ലാം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തെയും മതത്തെയും ഉപേക്ഷിക്കുവാൻ തക്ക രീതിയിലുള്ള തെറ്റായ പ്രബോധനങ്ങളാണ് ഒന്നാമത്തെ അടയാളം. വ്യാജ ഗുരുക്കന്മാരും സുവിശേഷ സത്യങ്ങൾക്ക് അനുസൃതമായി ഒരിക്കലും പഠിപ്പിക്കുകയും ചെയ്യാത്ത വേദ പണ്ഡിതന്മാരുമാണ് തെറ്റായ പഠനങ്ങളെ പ്രചരിപ്പിക്കുന്നത്. തെറ്റുകളിലും മാനുഷിക ചിന്തയിലും അധിഷ്ഠിതമായ ഈ പഠനങ്ങൾ വിനാശകരമായ പാഷണ്ഡതയ്ക്ക് വഴിതെളിക്കുന്നു. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതെ സൂക്ഷിച്ചുകൊള്ളുക. കാരണം വളരെ പേർ ഒത്തിരി ആളുകളെ കബളിപ്പിക്കുവാൻ ശ്രമിക്കും. കപട പ്രവാചകന്മാരും ആഗതരാകുകയും ഒത്തിരി പേരെ വഞ്ചിക്കുകയും ചെയ്യും. വിശ്വാസത്യാഗം സംഭവിക്കുന്നതുവരെ കർത്താവിന്റെ ദിവസം സമാഗതമാകില്ല. നിങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ട്. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ പോലും നിഷേധിച്ചുകൊണ്ട് തങ്ങൾക്ക് തന്നെ സത്വരനാശം വരുത്തിവെച്ച അവർ വിനാശകരമായ മതഭേദങ്ങൾ രഹസ്യത്തിൽ കടത്തിക്കൊണ്ടുവരും. അവരുടെ ഭോഗാസക്തിയെ അനേകർ പിന്തുടരും. അവർ നിമിത്തം സത്യമാർഗം പരിഹസിക്കപ്പെടും. അവർ അതിമോഹത്തോടെ കപടവാക്കുകൾ കൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യും. സഹോദരന്റെ വധത്തിനായുള്ള ചരിത്രവും യുദ്ധങ്ങളുടെ പൊട്ടിപ്പുറപ്പെടലുമാണ് രണ്ടാമത്തെ അടയാളം. ഇവ അക്രമത്തിലേക്കും വിദ്വേഷത്തിലേക്കും വഴിതെളിക്കും. ക്രിസ്തീയ സ്നേഹത്തിന് കോട്ടം സംഭവിക്കുകയും മാരക രോഗങ്ങളും ക്ഷാമം, വെള്ളപ്പൊക്കം, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ക്രമാതീതമായി പെരുകും. നിങ്ങൾ യുദ്ധത്തെപ്പറ്റി കേൾക്കും. യുദ്ധത്തെപ്പറ്റിയുള്ള കിംവദന്തികളും കേൾക്കും. പരിഭ്രാന്തരാകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. ജനതയോടും രാഷ്ട്രത്തോടും യുദ്ധം ചെയ്യും. പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. ഇതെല്ലാം വരുവാനിരിക്കുന്ന വേദനയുടെ തുടക്കം മാത്രമാണ്. അധർമ്മം വർദ്ധിക്കുക നിമിത്തം മിക്കവരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടും. സുവിശേഷത്തോടും യേശുവിനോടും വിശ്വസ്തത പുലർത്തുന്നവരും സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്നവരുമായ വ്യക്തികളുടെ രക്തരൂക്ഷിതമായ മതപീഡനമാണ് മൂന്നാമത്തെ അടയാളം. ഈ അടയാളങ്ങളെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടും. തിരുസഭ ഇന്ന് അനുഭവിക്കുന്ന പീഡനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന എല്ലാ മാർപ്പാപ്പമാരുടെയും, പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തീഷ്ണതയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാ ജനപദങ്ങൾക്കിടയിലും സുവിശേഷം എത്തിക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധമാണ്. അവർ നിങ്ങളെ മർദ്ദനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും, പതിക്കുകയും ചെയ്യും. എന്റെ നാമം നിമിത്തം സർവ്വജനതകളും നിങ്ങളെ വെറുക്കും. അനേക വിശ്വാസം പരിഷ്കരിക്കും, പരസ്പരം ഒറ്റിക്കൊടുക്കും, ദ്വേഷിക്കും. ദൈവരാജ്യത്തിന്റെ സന്ദേശം എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടും. അപ്പോൾ അവസാനം വന്നെത്തും. വിശുദ്ധ വസ്തുക്കളോടുള്ള അവഹേളനമാണ് നാലാമത്തെ അടയാളം. ക്രിസ്തുവിനെ എതിർത്ത് നിൽക്കുന്ന അന്തിക്രിസ്തുവാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. അവൻ ദൈവത്തിന്റെ പരിശുദ്ധ ആലയത്തിലേക്ക് പ്രവേശിക്കുകയും അവിടുത്തെ സിംഹാസനത്തിൽ ഘോഷനാവുകയും ചെയ്യും. ദൈവസമാനം അവൻ ആരാധിക്കപ്പെടും. ദൈവം എന്നോ ആരാധ്യമെന്നോ വിളിക്കപ്പെടുന്ന എല്ലാറ്റിനും എതിരായി സ്വയം ഉയർത്തി അവൻ ദൈവഭവനത്തിലിരുന്ന് സ്വയം ദൈവമായി പ്രഖ്യാപിക്കും. സാത്താന്റെ പ്രവൃത്തിയാൽ സർവശക്തിയോടും വ്യാജ അടയാളങ്ങളോടും
അത്ഭുതങ്ങളോടും കൂടിയായിരിക്കും ആ ധർമ്മിയുടെ ആഗമനം. അവർക്ക് ഉപദ്രവം വരുത്തുവാനായി എല്ലാവിധ കുതന്ത്രങ്ങളും അവൻ പ്രയോഗിക്കും. പരിശുദ്ധ സ്ഥലത്ത് വെച്ച് വിശുദ്ധ വസ്തുക്കളെ അവൻ അവഹേളിക്കുന്നത് നിങ്ങൾ കാണും. ദാനിയേൽ പ്രവാചകൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അനുവാചകൻ അത് നോക്കി മനസ്സിലാക്കട്ടെ. വിശുദ്ധ വസ്തുക്കളോടുള്ള കൊടിയാവഹേളനം എന്തിനാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഗ്രഹിക്കുവാൻ ദാനിയേൽ പ്രവാചകന്റെ പ്രവചനം പാരായണം ചെയ്യുക. ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോവുക. ഈ വചന അവസാന ദിവസം വരെ അടച്ചു മുദ്രവെക്കപ്പെട്ടതാണ്. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരായി വെണ്മയിട്ടവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടത പ്രവർത്തിക്കും. അവർ ഗ്രഹിക്കുകയില്ല. ജ്ഞാനികൾ ഗ്രഹിക്കും. നിരന്തരം ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാകും. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. വിശുദ്ധ കുർബാനയാണ് അനുദിന ബലി. സൂര്യോദയം മുതൽ അസ്തമനം വരെയും ദഹനബലി കർത്താവിൽ അർപ്പിക്കപ്പെടും. കാൽവരിയിൽ ക്രിസ്തു പൂർത്തിയാക്കിയ ബലിയുടെ നവീകരണത്തിനായി വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് മാതൃകയിൽ സ്വീകരിച്ച ജനങ്ങൾ പറയും, വിശുദ്ധ കുർബാന ഒരു ബലിയല്ല, മറിച്ച് അന്ത്യത്താഴ്വേളയിൽ യേശു നടത്തിയ വിരുന്നിനെ അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധ ഭോജനം മാത്രമാണതെന്ന്. അങ്ങനെ വിശുദ്ധ ബലിയാചരണം തിരുസഭയിൽ അമർത്തലാക്കപ്പെടും. അനുദിന ദിവ്യബലി നിർത്തലാക്കപ്പെടുന്നതിലൂടെ എന്റെ ശത്രുവായ എതിർ ക്രിസ്തു ആഗ്രഹിച്ച വിശുദ്ധ വസ്തുക്കളോടുള്ള ഭയങ്കരമായ അവഹേളനം അവൻ നേടിയെടുക്കും. 3.5 വർഷത്തോളം, അതായത് 1292 ദിവസം ഈ അവസ്ഥ നിലനിൽക്കും. 5-ാമത്തെ അടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന അസാധാരണ പ്രതിഭാസങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത്. ആ ദിവസങ്ങളിലെ ദുരിതത്തിന് ശേഷം സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശിക്കുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്നും വീഴും, ആകാശത്തിലെ ശക്തികൾക്ക് തിളക്കം തട്ടും. എന്റെ അവസാനത്തിൽ പ്രത്യക്ഷപ്പെടലിന്റെ വേളയിൽ സൂര്യനിൽ സംഭവിച്ച അത്ഭുതം യേശുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുവെന്ന് നിങ്ങളെ ബോധ്യമാക്കി തരാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ കാണും. അപ്പോൾ ഭൂമിയിലുള്ള സകല ഗോത്രങ്ങളും വിലപിക്കും. മനുഷ്യപുത്രൻ മഹാ തേജസ്സോടും പ്രതാപത്തോടും കൂടി വാനമേഘങ്ങളിൽ വരുന്നത് അവർ കാണും. എന്റെ വത്സര മക്കളെ, സുവിശേഷത്തിൽ യേശു ചൂണ്ടിക്കാട്ടിയ അടയാളങ്ങളെ കുറിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവസാന കാലത്തെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി നിങ്ങളെ ഒരുക്കുന്നതിന് വേണ്ടിയാണിത്. കാരണം ഈ പറഞ്ഞവയെല്ലാം ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോവുകയാണ്. ഇന്ന് അവസാനിക്കുകയും ആരംഭിക്കുകയും ചെയ്യുന്ന വർഷം മഹാദുരിതത്തിന്റെ ഒരു ഭാഗമാണ്. ഈ വർഷങ്ങളിൽ വിശ്വാസമില്ലായ്മ പടരും, യുദ്ധം വർദ്ധിക്കും, ഒത്തിരിയിടങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടും, പീഡനങ്ങൾ പെരുകും, സുവിശേഷ പ്രഘോഷണം എല്ലാ ജനപദങ്ങൾക്കിടയിലും നടക്കും, അസാധാരണ പ്രതിഭാസങ്ങൾ ആകാശത്ത് സംഭവിക്കും. എതിർ ക്രിസ്തു തന്റെ ശക്തി പ്രഭാവം മുഴുവൻ കാട്ടുന്ന സമയം ഇതാ സമാഗതമായിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. വിശ്വാസത്തിന്റെയും ആർദ്രമായ പരസ്നേഹത്തിന്റെയും അനുഭൂതിയിൽ നിങ്ങൾ ജീവിക്കുക. നിങ്ങളെ വഴി നടത്തുവാൻ എന്നെ അനുവദിക്കുക. ഈ അന്തിമ വിനാഴികയിൽ നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന വിമല ഹൃദയത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിങ്ങളെ ഒന്നിച്ചു കൂട്ടുവാൻ എന്നെ നിങ്ങൾ അനുവദിക്കുക. എന്നോടൊത്ത് നിങ്ങൾ കാലത്തിന്റെ അടയാളങ്ങൾ വായിക്കുക. ഹൃദയ സമാധാനത്തിലും ആത്മവിശ്വാസത്തിലും ജീവിക്കുക. അത്തിമരത്തിന്റെ പാഠം നിങ്ങൾ പഠിച്ചുള്ളൂ. അതിന്റെ ശാഖകൾ ഇലകൾ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്രകാരം തന്നെ ഈ സംഗതികളെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ വിമോചനവും അടുത്തു കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആമേൻ.